ഗൈസ് വെൽക്കം ബാക്ക് മച്ചാമാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഇന്ന് കുറച്ച് എന്താ പറയുക നമ്മുടെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ മാറ്റി. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്താ പറയുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ് ചെയ്യാൻ ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പൊ തന്നെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മച്ചാമാരെ. നമ്മൾ ഉറപ്പായിട്ടും എന്താ പറയുക നമുക്ക് എന്താ പറയുക ജപ്പാനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിച്ച് പോരാക്കുക. അപ്പോൾ മച്ചാമാരെ നമ്മുടെ പുതിയ വ്ളോഗിംഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, സഞ്ജു എന്നാണ്. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ അടിയിലും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും പോയി കാണുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും നമ്മുടെ ആ പുതിയ ചാനലും ഏറ്റെടുക്കുക, സപ്പോർട്ട് ചെയ്യാം മച്ചാമാരെ. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ജപ്പാൻ ന്യൂസസിനെ പറ്റിയാണ്. കാരണം അപ്പൊ ഓൾറെഡി ഗൈസ് എന്താ പറയാ നമ്മുടെ ഒരു എന്താ പറയാ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് ഗൈസ്. എന്തായാലും മച്ചാമാരെ നിങ്ങൾ വേറൊന്നുമല്ല എന്താ പറയാ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞതിന്റെ ഒരു ഇതിൽ ഞാൻ പറയുന്നതാണ്. കാരണം ജപ്പാൻ ന്യൂസസ് ആക്കി കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല നിലവിൽ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാല് അതായത് നിങ്ങൾ കഷ്ടപ്പെട്ട് ഇപ്പൊ കുറെ എപ്പിക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരുന്ന എന്താ പറയാ സെറ്റ് ആയിക്കൊണ്ടുവരുന്ന അക്കൗണ്ട് നമ്മുടെ നമ്മുടെ അക്കൗണ്ട് കൊണ്ട് കളയണ്ട. കാരണം വേറൊന്നുമില്ല മച്ചമാരെ, കൊനാമി എന്തായാലും നമ്മുടെ ഗ്ലോബലി ഇപ്പം ഓൾറെഡി നിങ്ങളിപ്പം ജപ്പാൻ ആക്കാൻ പോകണ്ട. ഇനി ആക്കണം എന്നുള്ളവർ ഉറപ്പായിട്ട് നിങ്ങൾ സെക്കൻഡ് അക്കൗണ്ട് തുടങ്ങിയാൽ മതി കേട്ടോ. കാരണം വേറൊന്നുമില്ല മച്ചമാരെ, കാരണം അവൻ പറഞ്ഞ അനുസരിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ പറഞ്ഞത്, അതായത് അവൻ ഓൾറെഡി ജപ്പാൻ യൂസർ ആയിരുന്നു, പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഒരു 2 മാസം കഴിഞ്ഞു തുടങ്ങിയപ്പം ഏകദേശം ആ ഒരു സമയമൊക്കെ ആയപ്പം നമ്മുടെ ഗെയിമില് ലാഗ് തുടങ്ങി, ഓൺലൈൻ മാച്ചുകളൊക്കെ ലാഗ് തുടങ്ങി എന്നാ പറഞ്ഞത്. അതായത് എല്ലാവർക്കും വരണമെന്നില്ല, ചിലവർക്ക് മാത്രം. അത് ചിലപ്പോൾ പറയാൻ പറ്റില്ല, കൊനാമി അല്ലേ ഗൈസ്. അപ്പോ പിന്നെ അവൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരു ദിവസം അക്കൗണ്ടുകളൊക്കെ ചിലവരുടെയൊക്കെ സസ്പെൻഡ് ആയി പോകുന്നുണ്ട്. കാരണം കൊനാമിക്ക് ഇപ്പൊ ഗൈസ് നമ്മൾ ജപ്പാൻ യൂസേഴ്സ് ആകുമ്പോൾ എന്തെങ്കിലും ത്രെട്ടണിങ് എന്തെങ്കിലും പരിപാടി ഒപ്പിച്ച് കഴിഞ്ഞാൽ അവര് പറയാണ്ട് ചിലപ്പോൾ ഇമെയിലേക്ക് ബാൻഡ് മെസ്സേജ് കാണിക്കും. അപ്പൊ നമ്മുടെ അക്കൗണ്ട് നല്ല പറഞ്ഞാൽ നമ്മൾ വെറുതെ കളയേണ്ട കാര്യമില്ല. അപ്പൊ മച്ചാമാരെ അതൊക്കെയാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എന്താ പറയാ ലാഗിന്റെ ഒരു പ്രശ്നം പറയുന്നുണ്ട്, അത് ഞാൻ ഡീറ്റെയിൽ പറയാട്ടോ. പിന്നെ മച്ചാമാരെ നിങ്ങൾ ആരെങ്കിലും നല്ല അക്കൗണ്ടൊക്കെ ആക്കിയിട്ട് സെയിൽ ചെയ്യാന്നുള്ളവർക്ക് ഈ ഒരു ജപ്പാനിലേക്ക് മാറേണ്ട കാര്യമില്ല. കാരണം സെർവറൊക്കെ ഇതായി കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട്, കോയിൻ പർച്ചേസ് ഒക്കെ മാറ്റാൻ കുറച്ച് പണിയായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ അതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് വെച്ചാൽ. പിന്നെ ഓൾറെഡി കേസ് നമ്മളെന്താ പറയാ ഒരു യൂസ് ചെയ്യുന്ന ഒരു പ്രോ പറഞ്ഞത്, അതായത് ഈ ഒരു ഇടയ്ക്ക് വരുന്ന ജപ്പാൻ എന്താ പറയുക ഷോർട്ട് ടൈം ഫ്രീ, സെലക്ഷൻ കോൺട്രാക്ട് ഫ്രീ എന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്കാണ് പിന്നെയും ഭേദം, ഗ്ലോബൽ യൂസേഴ്സിനാണ്. ബാക്കി അവർക്ക് വലിയ കാര്യമായിട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എപ്പോഴും ഇടയ്ക്കൊക്കെ കുറച്ച് കോയിനൊക്കെ കിട്ടും, അതല്ലാണ്ട് ബാക്കിയെല്ലാം ഒരേപോലെയാണെന്നാ പറഞ്ഞത്. അപ്പൊ മച്ചവരെ നിങ്ങൾ ആർക്കെങ്കിലും നല്ലോണം അതായത് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പുതിയതായിട്ടൊരു അക്കൗണ്ട് ഉണ്ടാക്കി സെക്കൻഡ് അക്കൗണ്ട് ഒക്കെ ചെയ്താൽ മതി. കാരണം എന്താ പറയാ നമ്മൾ ഈ ഫസ്റ്റ് അക്കൗണ്ട് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പണി കിട്ടാൻ കൂടുതൽ ചാൻസ് ആണ്. അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ പറഞ്ഞിട്ടോ. പിന്നെ മച്ചാമാരെ ഓൾറെഡി എന്താ പറയാ നമ്മുടെ തികച്ചും ഗ്ലോബലിൽ നിന്ന് മാറി ജപ്പാൻ യൂസേഴ്സ് ആവുമ്പോൾ അതിൽ കുറച്ച് സെലിബ്രേഷൻ ഒക്കെ കൂടുതലുണ്ടാവും. കാരണം നിങ്ങൾക്കറിയാം ഞാൻ പുറകെ കാണിക്കുന്നുണ്ട്, ലില്ലി എന്നൊക്കെ പറഞ്ഞ പ്ലെയർ മറ്റേ എന്താ പറയാ അത്തൊക്കെ ഇടുന്ന പോലെ, അത്തല്ല ചെസ്സൊക്കെ ഇടുന്ന പോലെ, പിന്നെ മറ്റേ പറക്കും ലില്ലി എന്ന് പറഞ്ഞിട്ടൊരു സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരുന്നുണ്ട്. പിന്നെ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ ഒരു 50 കോയിനൊക്കെ നമ്മളെങ്ങാട്ടും കിട്ടുമായിരിക്കും. പിന്നെ കൊനാമി എന്താ പറയുക നമ്മുടെ ഇന്ത്യൻ യൂസേഴ്സിന് അല്ലെങ്കിൽ ഗ്ലോബൽ യൂസേഴ്സിനും കൂടെ ഒന്ന് കനിയാണെന്ന് വിചാരിക്കാം. പിന്നെ മച്ചാമാരെ ഈ നിങ്ങൾ എന്താ പറയാ ഇന്ത്യൻ യൂസേഴ്സ് ആയി തന്നെ ഇരിക്കുക കേട്ടോ. കാരണം കൊനാമി ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല മച്ചാമാരെ. കാരണം ഇവരെപ്പോഴും എന്താ നമുക്കിനി എന്തെങ്കിലും തരുമോന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ജപ്പാനായി, ചൈനീസ് വന്നു, ഇനി ഇന്ത്യൻ യൂസേഴ്സിനും കൂടെ എന്തെങ്കിലും ഫ്രീ ആയിട്ട് ഇവർ തരാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. കാരണം കറക്റ്റ് സമയത്ത് ചാടുന്ന സമയത്ത് ഇവര് പറയാൻ പറ്റില്ലല്ലോ, കൊനാമി ആയതുകൊണ്ട് എപ്പോ എന്തും സംഭവിക്കും. അപ്പൊ മച്ചാമാരെ ഉറപ്പായിട്ട് എന്താ പറയാ അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ നിലവിൽ നിങ്ങൾ എന്താ പറയാ ട്രൈ ചെയ്യണം എന്നുള്ളവർ ഉറപ്പായിട്ടും സെക്കൻഡ് അക്കൗണ്ട് തുടങ്ങിയാൽ മതി മച്ചാമാരെ. കാരണം നിങ്ങളുടെ അക്കൗണ്ട് എന്തെങ്കിലും ചിലപ്പോൾ ജപ്പാൻ യൂസർ ആകുമ്പോൾ ഓൺലൈൻ മാച്ചുകളിലോ ചിലപ്പോൾ പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതായത് യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലാത്തവരും ഉണ്ട്, പക്ഷെ യൂസ് ചെയ്തിട്ട് എന്താ പറയാ അക്കൗണ്ട് പോയവരും പിന്നെ നിലവിൽ എന്താ പറയാ അക്കൗണ്ടിൽ ചില എന്താ പറയാ ലാഗും കാര്യങ്ങളും വരുന്നവർ ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇഷ്യൂന്റെ കാര്യം പറഞ്ഞത്. ഇനി അഥവാ നിങ്ങൾ ആരെങ്കിലും ജപ്പാൻ യൂസർ ആക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ അക്കൗണ്ടൊന്നും സാധാരണ ഒന്നും പറ്റാറില്ല. പക്ഷെ എന്താ പറയാ നിലവിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൊനാമി ആയതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താ പറയാ ആ ഒരു ഓപ്ഷൻ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും ചെയ്യുന്നില്ല. കാരണം നിലവിൽ എന്താ പറയാ എന്റെ കുറച്ച് എപ്പിക്കും കാർഡുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പോഴും നിലവിൽ ഇന്ത്യ തന്നെ നിൽക്കാൻ വെച്ചിട്ട്. അപ്പൊ അതാണ് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോ ഇന്ന് പറഞ്ഞത്. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉറപ്പായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കും. ഞാൻ ഉറപ്പായിട്ടും ആ ഒരു കമന്റിൽ ഞാൻ റിപ്ലൈ അടിക്കുന്നതായിരിക്കും അറിയുന്ന പോലെ. പിന്നെ മച്ചമാരെ നമ്മുടെ പുതിയൊരു ചാനൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അപ്പൊ മച്ചമാരെ ഇന്നത്തെ പോലെ ഇൻട്രോയും നമ്മൾ കുറച്ച് സെറ്റിംഗ് കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.